യേശുക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, തിരുവത്താഴത്തിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ആണ്ടുവട്ടം 7-ാമത്തെ ആഴ്ച, ബുധനാഴ്ച. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് ധ്യാനിക്കുവാനായി നൽകുന്ന തിരുവചനം മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 38 മുതൽ 40 വരെയുള്ള തിരുവചനങ്ങൾ. യോഹന്നാൻ അവനോട് പറഞ്ഞു, ഗുരോ, നിന്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്ന ഒരാളെ ഞങ്ങൾ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നൊരു വചനഭാഗമാണ്. ആ ഒരു വചനഭാഗത്തിൽ യേശുക്രിസ്തു അവരോട് പറയുകയാണ്, അവനെ തടയേണ്ട. ഒരുവന് എൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ ചെയ്യാനും ഉടനെ എന്നെക്കുറിച്ച് ദൂഷണം പറയാനും സാധിക്കുകയില്ല എന്ന് യേശുക്രിസ്തു പറയുന്നുണ്ട്. ഇതൊരു വലിയൊരു സന്ദേശമാണ്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്ന ഒരു വ്യക്തിക്ക് ഉടനെ തന്നെ എതിര് നിൽക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്നാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം എടുത്ത് നോക്കുമ്പോൾ നമ്മൾ പലരെയും വിശുദ്ധരായിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട്. വിശുദ്ധരായിട്ട് നാം കാണുമ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കുന്നത് അവർ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു, ഇയാൾ യേശുവിൻ്റെ അനുയായിയാണ്, അനുഗമിക്കുന്ന വ്യക്തിയാണ് എന്നൊക്കെയാണ് നാം ചിന്തിക്കുക. എന്നാൽ അവർ തിന്മയിലേക്ക് അവർ നടന്നു നീങ്ങുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥമെന്ന് പറയുക, ആ വ്യക്തി യേശുവിനെ അനുഗമിക്കുകയോ യേശുവിൻ്റെ നാമത്തിലോ അല്ല അത്ഭുതങ്ങൾ പ്രവർത്തിക്കുക. നമ്മുടെയൊക്കെ ചിന്താഗതിയിൽ വരേണ്ട ഒരു ചിന്തയാണ്. നാം ഓരോരുത്തരും അത്ഭുതം പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തികളാണ് എന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതം തന്നെ അത്ഭുതമായിട്ട് മാറുന്ന ചില നിമിഷങ്ങളൊക്കെ ഉണ്ട്. ഒരാളോട് കരുണ കാണിക്കുന്ന നിമിഷങ്ങളുണ്ടാകും, അല്ലെങ്കിൽ സ്നേഹത്തോടു കൂടെ പെരുമാറുന്ന നിമിഷങ്ങളുണ്ടാകും, സഹോദരനെ സഹോദരനായിട്ട് കാണുന്ന നിമിഷങ്ങളുണ്ടാകും. ഇവയൊക്കെ ക്രിസ്തു നമ്മെ പഠിപ്പിച്ച ചില കാര്യങ്ങളാണ്. ക്രിസ്തുവിനെ അനുഗമിക്കുന്ന നാം ചെയ്യുന്ന പ്രവൃത്തികളാണ്, ക്രിസ്തുവിൻ്റെ അത്ഭുത പ്രവൃത്തികളാണ്. എന്നാൽ നമ്മുടെ ഇടയിൽ ഇങ്ങനെ സ്നേഹിക്കുകയും അവരനെ തള്ളിപ്പറയുകയും തള്ളിക്കളയുകയും ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. അവരെ നോക്കിയിട്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾ എന്നെ അനുഗമിക്കുന്ന വ്യക്തിയല്ല, അനുഗമിക്കുന്നതിനേക്കാൾ ഉപരി എൻ്റെ നാമത്തിൽ അത്ഭുതം പ്രവർത്തിക്കുന്നവരല്ല എന്ന് വ്യക്തമാണ്. ആയതിനാൽ പ്രിയമുള്ളവരെ, ക്രിസ്തു പഠിപ്പിക്കുന്ന ആ പാഠം, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഞാനും നിങ്ങളും ക്രിസ്തുവിനെ അനുഗമിക്കുന്ന വ്യക്തിയായിട്ട് മാറും. എല്ലാവരും സഹായിക്കുന്നവരാണ്, എല്ലാവരും നന്മകൾ ചെയ്യുന്നതാണ്. എന്നാൽ ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവ ചെയ്യുമ്പോൾ ഞാനും ഒരു വിശുദ്ധനായിട്ട് മാറും. അതിനു വേണ്ടിയിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.